ഞാനല്ല ആ മണി എടുത്തത് ഞാനല്ല, എൻ്റെ മണി വേറെയാണ്, എൻ്റെ പേരിലെ മണി വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ദാവൂദ് മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി അല്ലെങ്കിൽ ദൈവമണി, എന്ത് പേരും ഇടാം, ഡാർക്ക് മണി രംഗത്ത് വന്നിട്ടുണ്ട്. SIT ആകെ ഇരുട്ടിൽ തപ്പുകയാണ്. തുടക്കം മുതൽ തന്നെ SITക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. SIT ഓരോ ലീഡ് എടുക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലീഡ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ വിഷയത്തിൽ വന്നത്. പിന്നെയാണ് അത് വന്ന് പത്മകുമാറിലെത്തി. അപ്പോൾ പത്മകുമാറിലെത്തിയപ്പോൾ വീണ്ടും ഒരു ചർച്ച വന്നു. പത്മകുമാർ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാൻ മാത്രമല്ല ഇതിനകത്ത്, നിങ്ങൾ ദൈവം പോലെ വിചാരിക്കുന്ന, സമൂഹം ദൈവം പോലെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് വേണമെങ്കിൽ പത്മകുമാർ ദൈവം പോലെ കാണുന്നവരാണെങ്കിൽ പത്മകുമാറിന്റെ പാർട്ടിക്കാരായിരിക്കും, ഭരണക്കാരും പാർട്ടിക്കാരും ആയിരിക്കും. അവരാണോ ഇതിനകത്തുള്ള പ്രതികൾ? അല്ലെങ്കിൽ മാസ്റ്റർ ബ്രെയിൻ, പ്രതി എന്ന് പറയാൻ പറ്റത്തില്ല, നേരിട്ടെടുത്തവരല്ലല്ലോ. മാസ്റ്റർ ബ്രെയിൻ, കിങ് പിൻ, മാസ്റ്റർ മൈൻഡ് ആൻഡ് മാസ്റ്റർ ബ്രെയിൻ. ഇനി അല്ല, തന്ത്രി, അതുമായി ബന്ധപ്പെട്ട കുടുംബം, അവരുടെ പരമ്പര, അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്ന ആരെങ്കിലും കോക്കസ് കളിച്ച്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അവരാരെങ്കിലും ആണോ ഇതിന്റെ പിന്നിൽ? ഇപ്പൊ രാജീവ് കണ്ഠരരുമൊക്കെ ഇങ്ങനെ ഈ ഒരു റഡാറിന്റെ നിഴലിൽ നിൽക്കുന്നുണ്ടല്ലോ. അതല്ല, സെലിബ്രിറ്റി മേഖലയിലുള്ള നമ്മൾ വളരെ വീരാരാധന നടത്തുന്ന സെലിബ്രിറ്റികൾ ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ? വൻകിട വ്യവസായികളുണ്ടോ? ഇതൊരു വലിയ ചോദ്യം. പത്മകുമാർ മനസ്സ് തുറക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണനും പോറ്റിയും പത്മകുമാറൊക്കെ മനസ്സ് തുറന്നാലേ ഇതിന്റെ വിവരങ്ങൾ കിട്ടൂ. അതുകൊണ്ട് അവരെ നുണപരിശോധനയൊക്കെ നടത്തേണ്ടതാണ്. നുണപരിശോധന നിയമം ഈ രാജ്യത്ത് മാറ്റേണ്ടതാണ്. പ്രതിയായി ആരോപിക്കപ്പെട്ട വരുന്നവരുടെ അനുവാദമില്ലാതെയും നുണപരിശോധന നടത്താം എന്നുള്ള നിയമം ഈ രാജ്യത്തുണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ പല കേസുകളും, ബ്രെയിൻ മാപ്പിംഗ് പോലുള്ള പുതിയ ഒരുപാട് സംവിധാനങ്ങൾ വിദേശത്തുണ്ട്. അതൊക്കെ നിൽക്കട്ടെ. ഇനി ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാർ എന്തുകൊണ്ട് ഈ പേരിപ്പോ പറയുന്നില്ല? പത്മകുമാറിനൊരു സംശയം കാണും, ഞാൻ പേര് പറയാതിരുന്നാൽ എന്നെ രക്ഷിച്ചാലോ? പാർട്ടി എന്നെ പുറത്താക്കിയിട്ടില്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പാർട്ടി പുറത്താക്കിയിട്ടില്ല, അപ്പൊ പാർട്ടി ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ള മെസ്സേജ് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്തിനു പാർട്ടിക്കാരെ പേര് പറയണം? എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി പാർട്ടിക്കാരെ രക്ഷിച്ച് ഞാനും രക്ഷിച്ച് വീട്ടിൽ പോയാൽ പോലെ, ചെറിയ ശിക്ഷ വാങ്ങിക്കൊണ്ട് ആണെങ്കിൽ ശിക്ഷിച്ചാൽ തന്നെ ചെറിയ ശിക്ഷ വാങ്ങിയിട്ട് വീട്ടിൽ പോയാൽ പോലെ എന്ന് വിചാരിക്കുന്ന പത്മകുമാർ ഉണ്ട്. ഏതൊരു പ്രതിയും അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ നിയമത്തിൽ. മുതലാളിയുടെ പേര് ഏതെങ്കിലും പ്രതി പറയുമോ? എപ്പോൾ മുതലാളി കൈവിട്ടു എന്ന് തോന്നുന്നത് വരെ, കൈവിട്ടു തോന്നിയാൽ പറയും, അവനും ഉണ്ടെന്ന് പറയും, അല്ലെ അയാളും ഉണ്ടെന്ന് പറയും. കൈവിട്ടുന്നത് വരെ പറയത്തില്ല. അതുപോലെ തന്നെയാണ് ഓരോ കേസുകൾ എടുത്താൽ. അപ്പോൾ വളരെ കൃത്യമായി കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, അതിപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകമായാലും ഒരു സെലിബ്രിറ്റി കേസായാലും അതിജീവിതയായാലും ഇതുപോലത്തെ ഏത് കേസായാലും സമ്പന്നരിലേക്ക് പോകുമ്പോൾ, സെലിബ്രിറ്റികളിലേക്ക് നീങ്ങുമ്പോൾ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ലീഡ് നീങ്ങുമ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നത് 50-ലെ തീവെപ്പായാലും ശബരിമല തീവെപ്പായാലും കുമാരനാശാനെ പലനയാറ്റിൽ കുമാരനാശാൻ മരിച്ചതിന്റെ ദുരവസ്ഥ എഴുതേണ്ട പേരിൽ കുമാരനാശാൻ മരിച്ചതിന്റെ സാഹചര്യമായാലും എന്ത് സാഹചര്യമായാലും നമ്മൾ ഏത് കാര്യമെടുത്താലും സമ്പന്നരിലേക്ക് പോകുമോ? വലിയ പ്രയാസമാണ്. ശബരിമലയിൽ ശരിക്കു പറഞ്ഞാൽ ഇറ്റലി, ഈജിപ്ത്, UAE, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ 6-7 രാജ്യങ്ങളിൽ കൃത്യമായി ആന്റി കിഡ്സ് പോയിട്ടുണ്ട്. അത് സുഭാഷ് കപൂറിന്റെ രീതിയാണ് ഇവിടെ പ്രയോഗിച്ചത്. സുഭാഷ് കപൂർ ഇപ്പൊ തമിഴ്നാട്ടിൽ ജയിലിലോ മറ്റോ ആണെന്ന് കേൾക്കുന്നു. എന്താ രീതി? അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അവിടത്തെ 100 കണക്കിന് വരുന്ന വിഗ്രഹങ്ങൾ, പ്രധാന പ്രതിഷ്ഠ കഴിച്ചിട്ട് വേറെ ഉണ്ടാവുമല്ലോ, പഞ്ചലോഹ വിഗ്രഹങ്ങൾ, അവിടുത്തെ മണി, വാജീവാഹനം, ദ്വാരപാലക വിഗ്രഹം, അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ സ്വർണത്തിലും ചെമ്പിലുമുണ്ടോ അതെല്ലാം അടിച്ചു മാറ്റി അതിന് പകരമുള്ളതവിടെ വച്ച് അത് വിദേശത്ത് കൊണ്ടുപോയി നല്ല കാശുണ്ടാക്കുന്ന ഒരു ലോബിയാണ്. ഈ ലോബികളിൽ പെട്ടിരിക്കുന്നവരിൽ പൊളിറ്റിക്കൽ ലീഡർമാരുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാരും BJPക്കാരും പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ CM ആണ്, CM അറിയാതെ ഒന്നും നടക്കത്തില്ല, പിണറായി വിജയൻ അറിയാതെ നടക്കത്തില്ല. രമേശ് ചെന്നിത്തലയുടെയൊക്കെ വലിയ ആരോപണമാണ്, എന്റെ ആരോപണമല്ല, VD സതീശന്റെയൊക്കെ ആരോപണമാണ്. CMന്റെ ഓഫീസ് അറിയാതെ ഒന്നും നടക്കത്തില്ല. 2 IPS ബന്ധപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവരറിയാതെ ഒന്നും നടക്കത്തില്ല, അവരാണ് ഇതിന്റെ രക്ഷകർ. അപ്പോൾ തിരിച്ച് CM അടക്കമുള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചിത്രമില്ലേ, അടൂർ പ്രകാശുമായി നിൽക്കുന്ന ചിത്രമില്ലേ, അടൂർ പ്രകാശ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇത്രയും കട്ടപ്പയായിരിക്കും, ഇത്രയും കാട്ടുകള്ളനായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴും അവിടെ എന്ത് ഫംഗ്ഷന് പോയി എന്നുള്ളത് അടൂർ പ്രകാശ് പറയുന്നില്ല. അവിടെ ഒരു ചെറിയ നിഗൂഢതയുണ്ട് അടൂർ പ്രകാശിന്റെ പത്രസമ്മേളനത്തിൽ.
ബൈറ്റ് കൊടുത്തതിൽ. ഇനി ആന്റോ ആന്റണിയുടെ ബന്ധം, മറ്റ് നേതാക്കളുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളത് അവരൊക്കെ പറയേണ്ടത്. ഇതിലൊരു ക്ലാരിറ്റി വരണ്ടേ? ഇനി സോണിയാഗാന്ധിയെ കണ്ടിട്ട് കൈ നൂലിൽ കെട്ടിയത് എന്ത്? ആര് പറഞ്ഞിട്ട് കെട്ടി? തന്ത്രിയുടെ പ്രതിനിധിയായിട്ട് പോയതാണോ? എന്തായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ദൗത്യം? അത് വെറും ഒരു നൂലുകെട്ടലിലോ അല്ലെങ്കിൽ ചരട് കെട്ടലിലോ മാത്രം തീർന്നോ? ഒരു ഫോട്ടോ എടുപ്പിലും ഒരു സെൽഫി എടുപ്പിലും ഒക്കെ തീർന്നോ? അതിനപ്പുറം ബന്ധങ്ങൾ വളർന്നിട്ടുണ്ടോ? അത് അന്വേഷിക്കണ്ടേ? ഇത് CBI അന്വേഷിച്ചാൽ തീരുമോ? CBI കൂട്ടിലടച്ച തത്ത എന്നുള്ള നിലയിൽ CBI മാത്രം അന്വേഷിച്ചാലും തീരില്ല. സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ജസ്റ്റിസുമാരായ ആളുകളുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ CBI പോലുള്ള സംവിധാനങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതും എന്തെങ്കിലേ കിട്ടുള്ളൂ. അവിടെയും പ്രശ്നമുണ്ട്, സമ്പൂർണ്ണമാകാൻ പ്രയാസമാണ്. ഇനി വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇന്റർപോളിന്റെ സഹായമില്ലാതെ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയും വിദേശ രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുക? അവിടുത്തെ സ്ഥാപനങ്ങളെയൊക്കെ ചോദ്യം ചെയ്യണമെങ്കിലോ പ്രതിപട്ടികൾ കൊണ്ടുവരണമെങ്കിലോ അറസ്റ്റ് ചെയ്യണമെങ്കിലോ രാജ്യത്ത് കൊണ്ടുവരണമെങ്കിലോ വലിയ പ്രോസസ്സാണിത്. നമ്മൾ വിചാരിക്കുന്നതിൽ എളുപ്പമല്ല. പെട്ടെന്ന് ഒരാളിനെ പോയി മറ്റേ രാജ്യത്തുനിന്ന് കുറ്റവാളിയായിട്ട് കണ്ടുപിടിച്ചാൽ പോലും പെട്ടെന്ന് ഇങ്ങോട്ട് ഇന്ത്യക്ക് കൊണ്ടുവരാനോ കേരളത്തിൽ കൊണ്ടുവരാനോ എളുപ്പമല്ല. നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. അറ്റാഷയുടെ കഥകളും സ്വപ്നയുടെ ആയിട്ട് ബന്ധപ്പെട്ട കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം അറ്റാഷയിലൊക്കെ കുടുങ്ങി, ദുബായിലുള്ളവരുടെ കാര്യത്തിൽ കുടുങ്ങി അതങ്ങ് നിന്നു. ശരിയോ തെറ്റോ നമുക്കറിയില്ല. എന്തായാലും ശബരിമലയിൽ വലിയ കൊള്ളയാണ് നടന്നത്. വൈക്കത്ത് ക്ഷേത്രത്തിൽ കൊള്ളയ്ക്ക് പ്ലാനിട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഡയമണ്ട് അടക്കം എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടി ഇട്ടുവന്ന് രമേശ് ചെന്നിത്തലയുടെ ആരോപണമുണ്ട് ഇവിടെ. അപ്പോഴാണ് ഒരു ചോദ്യം ഞാൻ ഇന്നലെ ജനം ചാനലിലും ചോദിച്ചിരുന്നു, മറ്റ് ചാനലുകളിലും ഞാൻ പോകുമ്പോൾ ഇതേ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഒരു ജോസഫ് മാഷ് നബിയെക്കുറിച്ചൊരു വാക്കെഴുതി, ഒരു വാക്കാണ് എഴുതിയത്. അതെ, നബിയെക്കുറിച്ച് പറഞ്ഞ മുഹമ്മദ്, നബിയെക്കുറിച്ച് എന്നുള്ളതാണ് ഇവരുടെ പരാതി. മുഹമ്മദ് എന്ന ആയി ബന്ധപ്പെടുത്തിയ ഒരു വാക്കെഴുതി. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് 2 തല്ല് കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വഴക്ക് പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. മതനിന്ദ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഒരു കള്ളക്കേസിൽ കുടുക്കി, എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതികാരം തീർത്തു, നമുക്കത് മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ സംഭവിച്ചു. ഞാൻ കുമാരനാശാന്റെ കഥ പറഞ്ഞു. ദുരവസ്ഥ എഴുതിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുമാരനാശൻ എങ്ങനെ മരിച്ചു? തനിക്ക് നല്ല പ്രാക്ടീസ് ഉള്ള നീന്തൽ അറിയാമെന്നുള്ള പല്ലനയാറ്റിൽ അത്രമാത്രം വെള്ളമില്ലാതിരുന്ന സമയത്ത് ആ ബോട്ടിൽ നിന്ന് എങ്ങനെ കുമാരനാശൻ മുങ്ങി മരിച്ചു? ഇന്നും നിഗൂഢമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ഹിന്ദുവിന്റെ പുറത്ത് മാത്രമാണ്. ഹിന്ദു സർവസംഘ പരിത്യാഗികളാണ്. ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. ആർക്കും സാഹചര്യം കൊടുക്കുന്നവരാണ്. അമ്പലത്തിന്റെ അടുത്ത് പള്ളി പണിയാൻ സ്ഥലം കൊടുക്കുന്നവരാണ്. അമ്പലത്തിന് പണിത് വെച്ചിരുന്ന, ദേവീക്ഷേത്രത്തിന് പണിത് വെച്ചിരുന്ന കട്ടള കൊടുത്തവരാണ്. മാലിക്കിന്റെയും ചേരമാർ പള്ളിയുടെയും ഒക്കെ കഥ നമ്മൾക്കറിയാം. ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, പുരുഷന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നാട്ടിൽ സ്ത്രീകൾ വന്നിട്ടില്ല, എന്നാൽ ഞങ്ങൾക്ക് കുടുംബമായി ജീവിക്കണം, ഇവിടെയും കുറെ ഫാമിലിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നായർ, നമ്പൂതിരി, ബ്രാഹ്മണ, ഈഴവ തുടങ്ങി പട്ടികജാതി പട്ടികവർഗ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ജാതിയൊന്നും നോക്കിയിട്ടില്ലല്ലോ, അങ്ങനെയുള്ള ആളുകളിലെ കുറെ സ്ത്രീകളെ രാജാവ് സംഭാവന ചെയ്ത് അങ്ങനെയും കുറെ മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖകൾ കിടക്കുന്ന കൊടുങ്ങല്ലൂർ ചേരമാർ പള്ളിയുടെയൊക്കെ ചരിത്രം കിടക്കുന്ന ഈ നാട്ടിൽ അതിവിശാലമായി ചിന്തിക്കുന്ന ഈ ഭൂമിശാസ്ത്ര പ്രദേശത്ത് ആര് വന്നാലും 2 കൈ നീട്ടിയും സ്വീകരിക്കുകയും, അത് എന്തിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, ആക്രമണത്തിന്റെ രൂപത്തിൽ വന്നപ്പോഴും, സ്നേഹത്തിന്റെ രൂപത്തിൽ വന്നപ്പോഴും, മതപരിവർത്തനത്തിന്റെ രൂപത്തിൽ വന്നപ്പോഴും, മത സന്ദേശം കൊടുക്കുന്ന രൂപത്തിൽ വന്നപ്പോഴും, ഏത് രൂപത്തിൽ ആരൊക്കെ വന്നു അവരെല്ലാം സ്വീകരിച്ച, ജൂതന്മാരെ സ്വീകരിച്ച, ഒരുപാട് ആളുകളെ സ്വീകരിച്ചിട്ടുള്ള ഈ വലിയ മണ്ണിൽ ഹിന്ദു എന്ന് പറയുന്ന വിശ്വാസികളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വിശാലാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്, ഓക്കെ. പക്ഷേ വിശ്വാസത്തിൽ ഉള്ള, ദൈവത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവരെ തല്ലിയാൽ, കൊന്നാൽ, അവരെ എന്ത് ചെയ്താലും ഒരു കുഴപ്പം വരില്ല. കുറെ ചർച്ചകളും, കുറെ അന്തിചർച്ചകളും, കുറെ ചാനൽ ചർച്ചകളും, കുറെ ജഗപുകകളും, കുറെ ബഹളങ്ങൾ നടക്കുമെന്നുള്ളതല്ലാതെ ഹിന്ദുക്കളായി പറയുന്നവർ തന്നെ സഹായിച്ച് കേസുകൾ ഒതുക്കും എന്നുള്ളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപച്ചമ മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം എന്നുള്ള നിലയിൽ ശബരിമല ക്ഷേത്രത്തെ വെച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കഴിയുന്നത്ര ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം അടിച്ചു കൊണ്ടുപോയി ആന്റിക്കിഡ്സ് കൊടുക്കുന്ന ലോബികൾക്ക് കൊടുത്ത് പണമുണ്ടാക്കാനുള്ള വൻ റാക്കറ്റ് കേരളത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും
ഒരു SIT എന്ന് പറയുന്ന ചെറിയ സംവിധാനത്തിലാണ് ഈ അന്വേഷണം പോകുന്നതെന്ന് അറിയുമ്പോൾ ഇത് ഈ ഭൂമി മലയാളത്തിൽ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്തുകൊണ്ട് CBI ഏറ്റെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്റർപോൾ വരുന്നില്ല? റാ അടക്കമുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ വരണം. സോണിയാഗാന്ധി ഉണ്ടെങ്കിൽ സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യണം. പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അവരെയും ചോദ്യം ചെയ്യണം. ഗോവിന്ദൻ മാഷ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണം. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ, വാസവൻ ഉണ്ടെങ്കിൽ അവരെയും ചോദ്യം ചെയ്യണം. ഇനി BJP നേതാക്കൾ ആരൊക്കെ, ഇപ്പോൾ ആരും ഷാഡോയിൽ വന്നിട്ടില്ല, ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം, മുതലാളിമാരുണ്ടെങ്കിൽ മുതലാളിമാരെ, സെലിബ്രിറ്റികളെ എല്ലാവരെയും ചോദ്യം ചെയ്യണം. അതെങ്ങനെ നടക്കുമെന്ന് നമുക്കറിയില്ല. ഇതൊരു വലിയ ഒരു വർത്തമാനകാല പ്രതിസന്ധിയാണ്.